ഹലോ കൂട്ടുകാരെ, ഇന്ന് വന്നിട്ടുള്ളത് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അരിപ്പിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് 2-3 തവണ നമുക്കിത് നരിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പം നല്ലതുപോലെ ഇത് നരിച്ചെടുത്ത ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കൽ, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. മുട്ട നല്ല ക്രീമി രൂപമാകുന്നിടം വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിലേ നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് പൊന്തി വരത്തുള്ളൂ. അപ്പോൾ നല്ല വെള്ള കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ഫ്ലോർ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോറൊക്കെ ഇട്ട് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. കേക്കിൻ്റെ ഫ്ലോറ് നമ്മളിട്ട് കൊടുക്കുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് ഇളക്കി എടുക്കരുത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ പൊന്തി വരത്തില്ല. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു, 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം കേക്ക് ടിന്നിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തു. 10 മിനിറ്റായിട്ട് ഞാനൊരു പാത്രം പ്രീഹീറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് കേക്ക് ബേക്കായെന്ന് അറിയാൻ വേണ്ടി ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കൊത്തി നോക്കിയാൽ മതി. അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് വെന്തില്ലെന്നർത്ഥം. ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് വെന്തെന്നാണ് അർത്ഥം. അപ്പോൾ നല്ല സ്പോഞ്ചിയായിട്ട് നല്ലതായിട്ട് പൊന്തിയും വന്നിട്ടുണ്ട് നമ്മുടെ ഇത് ചോക്ലേറ്റ് സ്പോഞ്ച്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കി എല്ലാ സ്പോഞ്ചും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ട് അതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു. ഈ ഒരു യെല്ലോ കളറിലെ സ്പോഞ്ചാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് കേക്കിൻ്റെ ഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു മിക്സ് കട്ടിയായിട്ട് വരുവാണെങ്കിൽ അതിൽ 1-2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഏത് കളറാണോ നിങ്ങൾ ആഡ് ചെയ്യുന്നത് ആ കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രയാണ് നമുക്ക് കളർ വേണ്ടത് അതനുസരിച്ച് കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്ത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് 15 മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു 3 കേക്കിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഒന്ന് തന്നെയാണ്, ഒരേ അളവിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കൊക്കോ പൗഡറും പിന്നെ കളറും ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ലെയർ തയ്യാറാക്കി എടുക്കാം. ഇതവിടെ മാറ്റി വെക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ. ഇത് ഞാൻ റെഡ് വെൽവെറ്റ് സ്പോഞ്ചാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടിയാണ് 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പാൽ വേണമെന്നുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് കളറിൻ്റെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കളറിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2-3 ഡ്രോപ്സ് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 3 സ്പോഞ്ചാണ്, 3 ഫ്ലേവറിലെ സ്പോഞ്ചാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ബേക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബേസിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ തേച്ച് കൊടുത്ത ശേഷം ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ യെല്ലോയുടെ സ്പോഞ്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഒറ്റ ലെയറിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം തയ്യാറാക്കി എടുക്കുന്നത്. കേക്ക് മുറിച്ചിട്ടൊന്നുമില്ല. ഫസ്റ്റിലത്തെ ഒരു ചെറിയ ഇത് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ പഞ്ചസാരയും പാലും പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് എല്ലാ ലെയറിലും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇനി ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം.
പിന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ച് നമ്മുടെ ജാം ഉണ്ടല്ലോ, ആ ജാം മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രഷ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ ചോക്ലേറ്റിൻ്റെ പീസ് വല്ലതും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ പാലിൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്കും അതുപോലെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസിയായിട്ട് കേക്ക് തയ്യാറാക്കി എടുക്കാം. ഇതൊന്ന് ഷേപ്പ് ചെയ്ത ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ അതും കൂടെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ റെഡ് കളറിലെ സ്പോഞ്ചാണ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ ശേഷം വേണം രണ്ടാമത്തെ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡെക്കറേഷൻ ഞാൻ കാണിക്കുന്നില്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഒരുപാട് ലെന്തിയായിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്ത ശേഷം നമുക്ക് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാൻ വെക്കാം. എന്നിട്ട് വേണം രണ്ടാമത്തെ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ കോട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതുപോലൊരു മോൾഡ് എടുത്ത ശേഷം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കിയ ശേഷം അതിലേക്ക് ഇഷ്ടപ്പെട്ട ഏതാ കളർ നിങ്ങൾക്ക് വേണ്ട കളർ ആഡ് ചെയ്ത ശേഷം ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് റോസാപ്പൂവിൻ്റെ ഒരു മോൾഡാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് റെഡും യെല്ലോ ആക്കി നമുക്കിതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാകും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മോൾഡ് ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത ശേഷം റോസാപ്പൂ വരച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ പിന്നെ നടുക്കായിട്ട് ഞാൻ ലവിൻ്റെ ഒരു ഇത് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റെഡ് ചോക്ലേറ്റിൻ്റെ ആ സ്പോഞ്ച് ഒന്ന് പൊടിച്ച് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഉണ്ടാക്കിയ കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ്. ബൈ.